Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. To overcome limitations and go forward. നാം പരിധികളെ ഭേദിച്ച് മുന്നേറുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിധികളും പരിമിതികളും വെച്ചിരിക്കുകയാണ് പലരും വെച്ചിരിക്കുന്നു. അപ്പോൾ നാം തന്നെ നമ്മെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ചില അത്ഭുത വഴികൾ തുറക്കാൻ പോകുന്നു. നാം തന്നെ നമ്മെ പല കാര്യങ്ങളിലും പരിമിതപ്പെടുത്തി വച്ചിരിക്കുന്നു. എനിക്ക് കഴിയുമോ? അസാധ്യമാണ്, നടക്കത്തില്ല, ഞാൻ തോൽവിയിലേക്ക് പോകും. നാം നമ്മെ തന്നെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 1 ശമൂവേൽ 16:11 പഠിക്കുമ്പോൾ ദാവീദിനെ അവൻ്റെ പിതാവ് പരിമിതപ്പെടുത്തി. അവനെ പിതാവ് ബാക്കി എല്ലാ മക്കളെയും വളരെ നന്നായി കരുതി. എന്നാൽ ഒരു മകനുണ്ട്, അവൻ വനത്തിലായിരിക്കുന്നു, മരുഭൂമിയിലായിരിക്കുന്നു. എന്നാൽ അവൻ്റെ അപ്പൻ പരിമിതപ്പെടുത്തി, അവൻ്റെ സഹോദരന്മാർ പരിമിതപ്പെടുത്തി, ശൗൽ രാജാവ് പരിമിതപ്പെടുത്തി. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ പരിമിതികളെയെല്ലാം ഭേദിച്ച് പോകാനിടയായത് തൻ്റെ മേൽ ഒരിക്കൽ വീണ അഭിഷേക തൈലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സകല പരിധികളെയും ആമേൻ ഭേദിച്ചു പോകുന്ന, ബൗണ്ടറീസ് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ഈ അഭിഷേകം സകല നുകത്തെയും ഒടിച്ചു കളയുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിമിതികളെ ആമേൻ ഭേദിച്ച് മുന്നേറുക. അതിനുള്ള തയ്യാറെടുപ്പ്, വിശ്വാസം ഏറ്റെടുക്കുക. നെഹമ്യാവ് യെരൂശലേമിൻ്റെ പണിക്ക് വേണ്ടി തുടങ്ങിയപ്പോൾ സൻബല്ലത്തും തോബിയാവും പല കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് പരിമിതപ്പെടുത്താൻ നോക്കി. എന്നാൽ നെഹമ്യാവ് താൻ സൻബല്ലത്തിനെയും തോബിയാവിനെയും കണ്ടല്ല യെരൂശലേം ദേവാലയം, യെരൂശലേമിൻ്റെ അറ്റകുറ്റങ്ങൾ തീർക്കാൻ വന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുമ്പോട്ടിറങ്ങിയ നെഹമ്യാവ് ആ വാക്കുകൾ കേട്ട് തന്നെ തന്നെ പരിമിതപ്പെടുത്തിയില്ല. തന്നെ തന്നെ ഒരു വലിയ പണിക്ക് വേണ്ടി താൻ ഉത്സാഹത്തോടെ സ്റ്റെപ്പ് ചെയ്യാൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾ സേവിക്കുന്നത് ആരെയാണ്? നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങളുടെ ജേർണി? നിങ്ങൾക്ക് വേണ്ടി ദൈവം മഹാത്ഭുതങ്ങളെ ചെയ്യും എന്നുള്ള ആ വലിയ വിശ്വാസം, ധൈര്യമേറ്റെടുക്കാം. നിരാശകളെ മാറ്റുക. എക്സ്പാൻഡ് യുവർ ബൗണ്ടറീസ്. നിങ്ങളുടെ ബൗണ്ടറികൾ വിശാലപ്പെട്ടു വരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും വാക്ക് കേട്ട് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾക്ക് അത് ഒരു പരിധി വെച്ചിരിക്കുന്നു. ആ ബൗണ്ടറീസിനെ ഉടച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മശക്തി നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മുന്നേറാം. തോൽവിയല്ല, വിജയം. നിങ്ങളുടെ മുൻപിലുള്ള എരിയോം കോട്ടകളും മതിലുകളും ഇടിയും. ചെങ്കടലുകൾ രണ്ടാകും. യോർദാൻ രണ്ടായി മാറും. യോർദാന്റെ കരകവിഞ്ഞൊഴുകുന്ന ഒഴുക്ക് നിന്നുപോകുവാൻ ഇടയായിത്തീരും. ഇന്ന് ഈ സമയം ഈ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് തള്ളിക്കയറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിമിതപ്പെടുത്തി വെച്ചിരുന്ന എല്ലാ വിഷയങ്ങളും പൊളിഞ്ഞു മാറി നിങ്ങളുടെ ലൈഫ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. ഇന്ന് ഈ സമയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഈ കേട്ട വചനം ഒരനുഗ്രഹമാക്കി എൻ്റെ ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബ്ലസ് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ലവ് യു. കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ ഈ
പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം 24x7 നമ്മൾ പുതിയതായിട്ട് പണിത ആ അപ്പർ റൂമിൽ ഇരുന്ന് ആണ് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും ഒരു അപ്പർ റൂമിൻ്റെ വലിയ ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകും. ഗോഡ് ബ്ലെസ് യു. ലവ് യു.